സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ DYSP നന്ദനെയും കെവിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അയാളാണെങ്കിൽ ഒരു ഷോക്കിംഗ് പോലെ ആ ഒരു വീഡിയോ എടുത്ത് നന്ദനെ കാണിക്കുന്നത്. അതായത് ഋഷിയെ തലയ്ക്കടിക്കുന്നതും അവനെ കുഴിച്ചു മൂടുന്നതുമായിട്ടുള്ള വീഡിയോ. ഇത് കാണുമ്പോൾ തന്നെ നന്ദനാണെങ്കിൽ ആകെ ഞെട്ടിത്തരിക്കുന്നു. അങ്ങനെ താൻ പിടിക്കപ്പെട്ടു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ട് നന്ദനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാർ എന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ. ഈ സമയം കെവിൻ ആവട്ടെ വേഗം തന്നെ ആരെയോ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് DYSPയോട് പറയുന്നുണ്ട് സംസാരിക്കാനായിട്ട്. മന്ത്രിയല്ല മുഖ്യമന്ത്രി വന്നാലും താൻ ഈ കേസിൽ തുമ്പുണ്ടാക്കിയിരിക്കും, ഇവനെ അകത്തിട്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സാറ് പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആളാരാണെന്ന് അറിയാതെയാണ് സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഫോണെന്ന് പറഞ്ഞുകൊണ്ട് ആ DYSPക്ക് ഫോൺ കൊടുക്കുകയാണ് കെവിൻ. ആ ഒരു ഫോൺ കോളിലൂടെ DYSP ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. പിന്നീട് നന്ദനോട് പറയുകയാണ്, നീ ഈ കേസിൽ നിരപരാധിയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകാനായിട്ട്. അങ്ങനെ അരുന്ധതി വരുന്നുണ്ട്. അരുന്ധതി പറയുകയാണ് തൻ്റെ മകനെ കാണാതായതിന് പിന്നിൽ പ്രഭാവതിയും അതുപോലെ നന്ദനും ഒക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന DYSP പറയുന്നുണ്ട്, എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് പ്രഷറുണ്ട്, ഞാൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു തുമ്പുണ്ടാക്കുക എന്നത് എൻ്റെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് മേഡം ഇപ്പോൾ പോകണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു തുമ്പ് ഉണ്ടാക്കാൻ പോകുന്നില്ല, എൻ്റെ മകൻ അവൻ മിസ്സിംഗ് ആയിട്ട് ഒരുപാട് നാളായി എന്നൊക്കെ പറയണം. ഇത് കേട്ടിട്ട് DYSPക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം എല്ലാ തെളിവ് സഹിതം പക്കലുണ്ടെങ്കിൽ കൂടിയും നന്ദനെ അറസ്റ്റ് ചെയ്തിടാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം അയാളിലുണ്ട്. അങ്ങനെ DYSP പറയുന്നുണ്ട്, ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലിയർ ആക്കിക്കോളാം, അന്വേഷണം ഞങ്ങളുടേതാണല്ലോ, ആ ചുമതല ഞങ്ങൾക്കുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങോട്ടാരും അന്വേഷണം പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. സാറിൻ്റെ മേഡത്തിൻ്റെ മോനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ അങ്ങ് വിവരം അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് DYSP ആണെങ്കിൽ അരുന്ധതിയെ അവിടെ നിന്ന് പറഞ്ഞയക്കണം. പിന്നീട് നന്ദനാവട്ടെ കെവിനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ, ആരാണ് എന്നെ രക്ഷിച്ച അയാൾ വിളിച്ചപ്പോഴേക്കും DYSP നടുങ്ങി വരയ്ക്കുന്നത് കണ്ടല്ലോ, മുഖ്യമന്ത്രി പോലും വിളിച്ചാൽ വിടില്ല എന്ന് പറഞ്ഞയാൾ എന്തുകൊണ്ട് ആ ഫോൺ കോളിലൂടെ ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞു? ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതൊക്കെ, അത് പിന്നെ നിനക്ക് ആരാണെന്ന് അറിയണ്ടേ? അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ദേവികയും എത്തുന്നുണ്ട്. അങ്ങനെ ദേവിക എത്തുന്നതോട് കൂടിയിട്ട് ഒരു ടോക്കിംഗ് അവിടെ നിർത്തുകയാണ്. എന്തായാലും ദേവിയാണെങ്കിൽ, നന്ദു നീ ഇത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പോലീസ് എന്നെ വിളിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നിന്നെയോ? എന്തിന്? അത് എന്തായാലും ഋഷിയുടെ തിരോധാനം നമ്മളെല്ലാവരും ബാധിക്കുന്നൊരു കാര്യമാണല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ കെവിൻ പറയുന്നുണ്ട്, ഇത്രയും നാൾ നന്ദന് ഉണ്ടായിരുന്ന ആ ഒരു പ്രഷറും ഇത് തന്നെയായിരുന്നു. ഋഷി കാണാതായതിന് പിന്നിൽ നന്ദനായിരിക്കുമോ എന്നുള്ളൊരു പേടി, നന്ദനായിരിക്കുമോ എന്ന് എല്ലാവരും ഡൗട്ട് അടിക്കുമെന്ന് അവന് തോന്നിയിരുന്നു, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ദേവികയാണെങ്കിൽ നന്ദനെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും അവർ നേരെ പോകുന്നത് ദേവികയുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ചിട്ട് മാധവനും അതുപോലെ ശാരികയൊക്കെ തന്നെ പറയുന്നുണ്ട്, ഇനി എന്തായാലും ചന്ദ്രോത്തിൻ്റെ നേർക്ക് തന്നെയായിരിക്കും അന്വേഷണം വരിക, അതുകൊണ്ട് ആളുകൾ പലതും പറഞ്ഞു പരത്തും, അതൊന്നും നിങ്ങളാരും കാര്യമാക്കാൻ നിൽക്കേണ്ട, എന്തായാലും മുന്നോട്ട് പോവുക. നന്ദേട്ടനെ ഇന്ന് പോലീസ് വിളിച്ചു വരുത്തി, അതുപോലെ ചന്ദ്രോത്ത് വീട്ടിലെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തും, കഥകളും പലതും ഉണ്ടാകും, തളരാതെ തന്നെ മുന്നോട്ട് പോകണം ചേച്ചി, എന്തുണ്ടെങ്കിലും നമുക്ക് ഫേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നന്ദനെയും ദേവികയും ധൈര്യത്തോടെ വിട്ടയക്കുകയാണ്. അങ്ങനെ ചന്ദ്രോത്ത് വീടെത്തുന്ന സമയത്ത് ദേവികയാണെങ്കിൽ നന്ദനെ പോലീസുകാർ വിളിപ്പിച്ച കാര്യവും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രഭാവതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അരുന്ധതി എന്തായാലും നമ്മളെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവൾക്കും അവളുടെ മോനും അത്രത്തോളം ദേഷ്യം നമ്മളിലുണ്ട്. ഇനിയിപ്പോൾ ഇത് നാടകമല്ലെങ്കിൽ ശരിക്കും ഋഷി എവിടെയാണ്, അവൻ എന്ത് പറ്റിയെന്ന് നമ്മുടെ കൂടി ആവശ്യമാണല്ലോ അറിയേണ്ടതെന്നൊക്കെ പ്രഭാവതി പറയുന്നു. എന്തായാലും ഈ സമയം അരുന്ധതിയാണെങ്കിൽ ആകെ കല്ല് തൊള്ളി നിൽക്കുകയാണ്. CPയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പോലീസുകാരൻ തനിക്ക് അത്ര വിശ്വാസമില്ലെന്നും അയാൾ അന്വേഷണത്തിൽ എന്തൊക്കെയോ അവഗണനകൾ കാണിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ടിട്ട് CP പറയുന്നുണ്ട്, മേഡം ഒന്ന് ക്ഷമിക്ക്, അന്വേഷണം പുരോഗമിച്ചിട്ടില്ലേ ഉള്ളൂ, മാത്രമല്ല എല്ലായിടത്തുനിന്നും പ്രഷറുണ്ട്, ഉറപ്പായിട്ടും അവർ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജൻ വരുന്നുണ്ട്. ത്യാഗരാജൻ വന്നിട്ട് ഓരോന്നായിട്ട് വേദനിപ്പിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഋഷി ഇനി ഒരു പക്ഷേ മരിച്ചിരിക്കുമ്പോൾ മേഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അരുന്ധതിയാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല, ത്യാഗരാജൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ കൺമുന്നിൽ നിന്നും പോയിക്കൊള്ളണം, അവനെ വീണ് കിടക്കുമ്പോൾ പോലും പൊന്നുപോലെ നോക്കിയവളാണ് ഞാൻ, എൻ്റെ മോൻ മരിച്ചു എന്ന് പറയുന്നത് നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ത്യാഗരാജനെ അവിടെ നിന്നും ആട്ടി ഇറക്കുന്നുണ്ട്. എന്തായാലും അരുന്ധതിയാണെങ്കിൽ ഇനി ആരുടെ മുന്നിൽ പോയി നിൽക്കും, ഋഷി എവിടെയെന്ന് ചോദിച്ച് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഋഷി ഒരു പക്ഷേ കൊല്ലപ്പെട്ടിട്ടുണ്ടാവില്ല, കെവിൻ എന്തൊക്കെയോ ചതികൾ ഒരുക്കുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ച. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.